നമസ്കാരം. ക്രിസ്തു ലോകത്തിൽ പല അത്ഭുത പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു അത്ഭുതമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം. യേശു കൂടെയില്ലാതെ ബെത്സയിദ വിട്ടുപോകുവാൻ യേശുവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർക്ക് തൃപ്തിയില്ലായിരുന്നു. പക്ഷേ പുറപ്പെടാൻ ബദ്ധപ്പാടായതുകൊണ്ട് അവരതങ്ങ് വിസ്മരിച്ചു. പുറപ്പെട്ട് കുറച്ചു കഴിഞ്ഞതോടുകൂടി കാറ്റ് വീശുവാൻ തുടങ്ങി. നല്ല പരിചയമുള്ള മീൻപിടുത്തക്കാരാണ് കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാർ. അവർക്ക് കടലിലും വള്ളം തുഴയുന്നതിലുമൊക്കെ നല്ല പരിചയസമ്പത്തുണ്ട്. പക്ഷെ അവർ ശരിക്കും തുഴഞ്ഞു നോക്കി. എത്ര പരിശ്രമിച്ചിട്ടും അവരുടെ വഞ്ചി മുന്നോട്ട് നീങ്ങുന്നില്ല. നല്ല കാറ്റാണ്. വഞ്ചി നടുകടലിൽ കിടക്കുന്നു. നട്ടം തിരിയുകയാണ്. അവർ ആകെ ഭയന്നുപോയി. അപ്പോൾ കാണാം, ഒരാൾ കടലിലെ വെള്ളത്തിൽ കൂടി മീതെ നടക്കുന്നതായി അവർക്ക് തോന്നി. ആ ആൾ നടന്ന് തങ്ങളുടെ വഞ്ചിക്ക് അടുത്തേക്ക് വരികയാണ്. അവരെല്ലാവരും കണ്ടു, ഭയപ്പെട്ടു. ആ രൂപം അടുത്തു വന്നപ്പോൾ അവർ ഏറ്റവും ഭയചകിതരായി. അയ്യോ, അതാ ഒരു ഭൂതം! അവർ ഉറക്കെ കരയാൻ തുടങ്ങി. ആ കാറ്റിനും കോളിനും ഇടയിൽ കൂടി അവരുടെ ചെവിയിൽ ഒരു ശബ്ദം തുളച്ചെത്തി. ധൈര്യമായിരിക്കൂ, ഇത് ഞാനാണ്, പേടിക്കേണ്ട. ക്രിസ്തുദേവൻ തൻ്റെ ശിഷ്യന്മാരോട് അപ്പോൾ പറഞ്ഞു. ധൈര്യമായിരിക്കൂ, ഇത് ഞാനാണ്, പേടിക്കേണ്ട. ഈ ശബ്ദം അവരുടെ ചെവിയിലെത്തിയപ്പോൾ അവരുടെ ഭയം നീങ്ങി. യേശു അവിടെ ഉണ്ടെങ്കിൽ തങ്ങളുടെ ആപത്തെല്ലാം തീർന്നുവെന്ന് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. പ്രിയമുള്ള, ഗുരുവിനോട് അടുത്തിരിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ള ഒരു വ്യക്തിത്വമാണ് ശിഷ്യനായ പത്രോസിനുള്ളത്. പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, വെള്ളത്തിന്മീതെ കൂടെ അങ്ങയുടെ അടുക്കലേക്ക് വരുവാൻ എന്നോട് പറയണേ. പത്രോസിൻ്റെ ഒരു ആഗ്രഹമാണ് അത് വിളിച്ചു പറയുവാൻ ഇടയാക്കിയത്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, വരൂ. ഉടനെ പത്രോസ് വഞ്ചിയിൽ നിന്നും വെള്ളത്തിലേക്ക് കാലെടുത്തു വെച്ചു. അടുത്തു വരുന്ന കർത്താവിൻ്റെ അരികിലേക്ക് പത്രോസ് നടന്നു ചെന്നു. താൻ ചെയ്യുന്നത് എന്തെന്നുള്ള ബോധം വന്നതോടെ പത്രോസ് ബലഹീനനായി. അയാളുടെ ധൈര്യം പോയി. കർത്താവേ, എന്നെ രക്ഷിക്കണേ. യേശു പത്രോസിനെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഓ അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു? പത്രോസ്, ധൈര്യം നഷ്ടപ്പെട്ട പത്രോസ് കർത്താവെ രക്ഷിക്കണമേ എന്ന് കരയുകയാണ് ചെയ്തത്. അപ്പോൾ ക്രിസ്തു പത്രോസിനെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞ വാക്കാണ്, ഓ അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു എന്നുള്ളത്. പത്രോസിനെ കൈക്കു പിടിച്ച് വഞ്ചിയിലേക്ക് ക്രിസ്തുവും പത്രോസും കൂടി കയറി. പെട്ടെന്ന് കാറ്റ് നിന്നു. വഞ്ചി ഉടനെ തന്നെ കരയ്ക്കെത്തുകയും ചെയ്തു. അങ്ങനെ ശിഷ്യന്മാരുടെ ഭയം മാറി. ഈ സംഭവത്തിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മോടൊപ്പം ക്രിസ്തുവുണ്ട്. ക്രിസ്തു നമ്മോടൊപ്പമുണ്ടെങ്കിൽ, ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മളിൽ പൂർണ്ണമാണെങ്കിൽ നമുക്ക് ഒരാപത്തും വരികയില്ല എന്നുള്ളൊരു സന്ദേശം ക്രിസ്തു ലോകത്തിന് നൽകിയിരിക്കുകയാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.